മാർക്കോസിൻ്റെ സുവിശേഷം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ അമ്മയും സഹോദരരും അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. എൻ്റെ ഈ പുസ്തകത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുൻപ്. മാതാവിൻ്റെ നൊമ്പരങ്ങൾ. ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള ബന്ധം വചനമാകുന്ന ബന്ധമാകുന്നു. ഞാൻ മകനെ പ്രസവിച്ചു, പാലൂട്ടി വളർത്തി. അമ്മ ജ്ഞാനത്തിലും ബുദ്ധിയിലും വളർത്തി. പക്ഷേ ഈ മാതാപുത്ര ബന്ധത്തെക്കാൾ ഉപരി വചനത്തോടുള്ള ആത്മബന്ധമായിരുന്നു കർത്താവിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നത്. പിതാവായ ദൈവത്തിന് വാക്കുകൊടുത്തു, ഇതാ കർത്താവിൻ്റെ ദാസി. അന്ന് പിതാവിന് കൊടുത്ത ആമേൻ അക്ഷരം പ്രതി അമ്മ പാലിച്ചു പോന്നിരുന്നു. മകനായ യേശുവിനേക്കാൾ ഉപരി വചനമാകുന്ന യേശുവിനെയാണ് അമ്മ കൂടുതൽ സ്നേഹിച്ചത്, പ്രസവിച്ചു വളർത്തി. ഇതൊരു സ്ത്രീയുടെ ധർമ്മം മാത്രം. പിതാവും പുത്രനും ഒന്നാണല്ലോ. അങ്ങനെ പിതാവും പുത്രനും ഇവനിൽ ഉൾക്കൊള്ളുന്ന സഹായകനായ പരിശുദ്ധാത്മാവും കൂടിയ ത്രിത്വൈക ദൈവമായിരുന്നു മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നത്. ത്രിത്വൈക ദൈവത്തിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവൾ നന്മ നിറഞ്ഞവളായി. വചനവും മേരിയും തമ്മിലുള്ള ബന്ധം ആഴമേറിയതായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ വചനം അനുസരിക്കുന്നവർ ആരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും. ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പറയും, കാനായിൽ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് പോലെ അനുസരിക്കുവിൻ. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന മേരിക്ക് ത്രിത്വൈക വ്യക്തികളുടേതുപോലുള്ള അധികാരമാണ്. ത്രിത്വവും മേരിയും ഒന്ന്, പക്ഷെ ഒരു വ്യത്യാസം മാത്രം. ത്രിത്വൈക്കാർ സ്വർഗത്തിൽ നിന്ന് വന്നവരും മേരി ഭൂമിയിൽ നിന്ന് വന്നവളുമാണ്. ഭൂമിയിൽ നിന്ന് വന്ന മേരി പലപ്പോഴും ഭൂമിയിൽ പലയിടങ്ങളിലും അത്ഭുതങ്ങളും ദൈവ സാന്നിധ്യങ്ങളും നടത്താറുണ്ട്. ത്രിത്വൈക ദൈവത്തിലെ അംഗമെന്ന നിലയിൽ മേരിക്കും ഒരേ സ്ഥാനമാണ് ഉള്ളതെങ്കിലും ഭൂമിയിൽ നിന്നുള്ളവളായതുകൊണ്ട് മേരിക്ക് നൂതനയില്ല. ഒരൊറ്റ വിശുദ്ധനും നൂതനയില്ല. സ്വർഗത്തിൽ നിന്ന് വന്നവർക്ക് മാത്രമേ നൂതനയുള്ളൂ. മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ ത്രിത്വം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് മറിയത്തോട് പ്രാർത്ഥിച്ചാലും ദൈവം കാര്യം നടത്തിത്തരും. ഭൂമിയിൽ വസിക്കുന്നവരായ നമ്മൾക്ക് ഭൂമിയിലെ പ്രതിനിധിയായ സ്വർഗാരോഹണം ചെയ്ത അമ്മ നമുക്ക് വരപ്രസാദങ്ങൾ നേടിത്തരുന്നു. അമ്മ പിതാവിൻ്റെ മകളും പുത്രൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമാണല്ലോ. വചനവും മേരിയും തമ്മിലുള്ള അടുപ്പം എളിമയുള്ളവൾ. ഈ വിശേഷണങ്ങളെല്ലാം ഉള്ളവളായ മേരി ത്രിത്വത്തിന് ഒപ്പം നിൽക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒരു പിടികൂടി മുന്തിയവളാണ് മേരി. എന്ന് വെച്ചാൽ ത്രിത്വം കഴിഞ്ഞാൽ അടുത്ത വ്യക്തി. സംരക്ഷക, ഭൂമിയിൽ നിന്നുള്ള ദൈവത്തിൻ്റെ 1-ാം നമ്പർ പ്രതിനിധി പരിശുദ്ധ അമ്മയാണ്. ത്രിത്വൈക ദൈവവും അമ്മയുമായുള്ള ബന്ധം ദൈവപിതാവിൽ പ്രസവിക്കാൻ അനുവാദം ചോദിക്കുന്നു. ദൈവവും സ്വർഗവാസികളെല്ലാം ഈ രംഗം വീക്ഷിക്കുകയായിരുന്നു.
മേരിയുടെ സമ്മതം കിട്ടിയപ്പോൾ സ്വർഗവാസികൾ സന്തോഷഭരിതയായി. ഇതോടുകൂടി പിതാവും മേരിയും തമ്മിലുള്ള ബന്ധം ഗാഢമായി. മേരിയുടെ സമ്മതം കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിൽ മേരി ഗർഭിണിയായി. അങ്ങനെ നേരത്തെക്കാൾ ഉപരി മേരിയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിച്ചു. പിതാവിന്റെ ഇഷ്ടത്തിന് വഴങ്ങിയ മേരി വചനമാകുന്ന യേശുവിനെ ഗർഭം ധരിച്ചു. മാനുഷികമായ ഒരു അമ്മയുടെ ചുമതലകളെല്ലാം നിർവഹിച്ച മേരി വചനത്തിൽ ഉറച്ചു നിന്നു. പരിശുദ്ധാത്മാവിനോട് ഗാഢമായ ബന്ധം പുലർത്തിയ മേരി പിതാവിന്റെ നിർദ്ദേശം പ്രകാരം തന്നെ കുഞ്ഞിനെ വളർത്തി. പിതാവിന്റെ ആത്മാവും നിറഞ്ഞു നിന്ന മേരിയിൽ കൂടി കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നത് പിതാവ് തന്നെയായിരുന്നു. യേശു പറഞ്ഞു, പിതാവിൽ നിന്ന് കേൾക്കുന്നത് മാത്രം ഞാൻ ചെയ്യുന്നു. ഞാൻ പ്രവർത്തിക്കുന്നത് പിതാവിൽ നിന്നാണ്. പിതാവിന്റെ ഹിതമനുസരിച്ച് ചൊൽപ്പടിക്ക് നിന്ന് ദൈവത്തിന്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നിയ മേരിക്ക് യേശുവിന്റെ സ്ഥാനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്ത്രീ ആയതുകൊണ്ടും യേശുവിന് തൊട്ടു താഴെ സ്ഥാനം നൽകി സഹരക്ഷകയായി ഉയർത്തി. യേശുവുമായുള്ള ബന്ധം എൻ്റെ മകൻ ദൈവപുത്രനാണെന്ന് അറിഞ്ഞിട്ടും അഹങ്കരിക്കാത്ത സ്ത്രീ, എളിമയുള്ളവൾ, ഒരു സ്ത്രീക്ക് അമ്മയ്ക്ക് അനുഭവിക്കാവുന്നതിലധികം സഹിച്ച സ്ത്രീ, ക്ഷമയുടെ സഹനത്തിന്റെ മൂർത്തീകരണം. യേശുവിന്റെ വേദനയിൽ പങ്കുകൊണ്ട അമ്മ, ഉണ്ണിയേശുവിനെ വയറ്റിലിട്ട് ആ കൊച്ചിന് ആന്തരികമായ മുറിവുകൾ സമ്മാനിക്കാത്ത അമ്മ, ഗർഭകാലത്തുണ്ടായതും ഉണ്ണിയേശുവിനെ വളർത്തിക്കൊണ്ടുവന്ന സമയത്തും ഉണ്ടായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹനങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച അമ്മ, ഗർഭകാലത്ത് പാപങ്ങളിലും ആസക്തികളിലും മുഴുകാതെ ദൈവത്തിനോട് ഒട്ടിച്ചേർന്ന് ഉണ്ണിക്കൊരു ആന്തരിക മുറിവും ഏൽക്കാതെ സംരക്ഷിച്ച അമ്മ, കുരിശുമരണത്തിനായി മകനെ വിട്ടുകൊടുക്കുന്ന അമ്മ, മകന്റെ കാര്യത്തിലും തടസ്സം നിൽക്കാതെ അമ്മ, മകനായ വചനത്തിൽ അതിയായ അമ്മ, ഈ സർവഗുണ സമ്പത്തിൻ്റെയും ഉടമയായിരുന്നു അവൾ. ഇതിൽ നിന്നും യേശുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് അമ്മ എത്രമാത്രം അധ്വാനിച്ചിരിക്കുന്നു. അമ്മയിൽ പാളിച്ച പറ്റിയിരുന്നെങ്കിൽ യേശുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് തടസ്സം വരുമായിരുന്നു. ഇതിനു വേണ്ടി മകനെ ഒരുക്കുകയായിരുന്നു അമ്മ. ഈ സഹരക്ഷകയായ അമ്മയുടെ കാൽപ്പാടുകളെ നമുക്ക് പിന്തുടരാം. അമ്മയോട് അപേക്ഷിച്ചാൽ ദൈവം കനിയാതിരിക്കില്ല. ഇന്ന് എല്ലാവർക്കും കാരുണ്യമാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഞാൻ വായിച്ച സുവിശേഷത്തിൽ ആരാണ് എൻ്റെ അമ്മയും സഹോദരനും എന്ന് പറയുന്നിടത്ത് യേശു കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ വചനം പാലിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. അവിടെ ഈ കർത്താവ് അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുകയാണ് അതിലൂടെ കർത്താവ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാ ജനങ്ങൾക്കും, ശരിക്കും പറയുകയാണെങ്കിൽ ചുറ്റും കൂടിയിരുന്ന ജനങ്ങൾക്ക് ഈശോയുടെ അമ്മയുടെ സ്ഥാനം അർഹതപ്പെട്ട സ്ഥാനത്തെ തന്നെയാണ് അവിടെ പറയുന്നത് ആ ഉപമയിലൂടെ. ഇന്ന് കാരുണ്യമാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ടുന്നു. പ്രാർത്ഥന. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. അമ്മയുടെ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും മാനസികവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാത്തിനും ദൈവേഷ്ടം കണ്ടെത്തി അവയെ നിറവേറ്റാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. മേരി മനോജ്ഞേ
നോക്കി